My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 105-ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. വളരെ നിങ്ങളുടെയൊക്കെ പ്രാക്ടീസിൽ വളരെ വ്യാപകമായി വളരെ ആവർത്തിച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ഔഷധം ബെലഡോണ. വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമായ ഈ ബെലഡോണയെക്കുറിച്ച് നിരവധി വിലപ്പെട്ട വിവരങ്ങൾ മറ്റ് ചില ടെക്സ്റ്റുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിലെ ചില പോരായ്മകൾ കേന്ദ്രത്തിൽ പരിഹരിക്കുന്നുമുണ്ട്. ബെലഡോണയെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ ഒരു ചിത്രം ലഭിക്കാനും മറ്റ് നിരവധി ഔഷധങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ മനസ്സിലാക്കാനും ഈ അധ്യായം കെൻറ്റിൻ്റെ ഈ പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ ഈ ലെക്ചർ നിങ്ങൾക്ക് ഉപകരിക്കും. നമുക്കത് വിശദമായി പരിശോധിക്കാം. ബെലഡോണ ഈസ് എ റെമഡി ദാറ്റ് ടേക്സ് ഹോൾഡ് ഓഫ് ദ സിസ്റ്റം വിത്ത് ഗ്രേറ്റ് വയലൻസ്. നമ്മൾ നേരത്തെ അക്കൗണ്ടിൽ കണ്ട മാതിരി ഒരു പ്രചണ്ഡ മാരുതനെ പോലെ, ഒരു ചുഴലിക്കാറ്റിനെ പോലെ, ഒരു ഹറിക്കെയിനെ പോലെയൊക്കെയാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വല്ലാത്ത വയലൻസോടുകൂടി, വളരെ ശക്തമായി, വളരെ തീവ്രതയോടുകൂടി വൈറ്റൽ എക്കണോമിയെ പിടിച്ചുലയ്ക്കുന്ന അവസ്ഥകളാണ് ബെലഡോണ കറസ്പോണ്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എസ്പെഷ്യലി സ്യൂട്ടബിൾ ടു പ്ലത്തോറിക്, വിഗറസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻ്റലക്ച്വൽ പീപ്പിൾ. നേരത്തെ ഇതും നമ്മൾ അക്കൗണ്ടിൽ കണ്ട പോലെ പ്ലത്തോറിക് ഇൻഡിവിജ്വൽസ്, വിഗറസ് ഇൻഡിവിജ്വൽസ്, ഇൻ്റലക്ച്വൽ പീപ്പിൾ, ബുദ്ധിപരമായിട്ട് മികച്ച നിലയിൽ നിൽക്കുന്ന ആളുകൾ. അതിൻ്റെ അർത്ഥം വലിയ ബുദ്ധിരാക്ഷസന്മാർക്കോ ബുദ്ധിജീവികൾക്കോ ഉപകരിക്കുന്നതല്ല. ഡള്ളായിട്ടുള്ള ഇൻ്റലക്ച്വലി ചലഞ്ചായിട്ടുള്ള ആളുകളിൽ ബെലഡോണ അതിൻ്റെ ശരിയായൊരു പ്രവർത്തനം കാഴ്ചവെക്കില്ല എന്നർത്ഥമാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇൻ്റലക്ച്വൽ പീപ്പിൾ എന്ന് പറയുന്നത്. അത് മെൻ്റലി അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള വ്യക്തികൾ. പക്ഷേ ഇവിടെ എസ്പെഷ്യലി എന്നേ പറയുന്നുള്ളൂ. വളരെ അക്കൗണ്ടിൽ പറയുന്ന പോലെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പ്ലത്തോറിക്, വിഗറസ്, ഇൻ്റലക്ച്വൽസ് എന്നുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, പൊതുവെ എസ്പെഷ്യലി, അല്ലാത്തവരിലും ആക്ട് ചെയ്യുന്നില്ല എന്നല്ല, എസ്പെഷ്യലി എഫക്റ്റീവ് ഫോർ എന്നുള്ളതാണ്. ബ്രെയിനി പീപ്പിൾ ഹാവ് കംപ്ലൈൻറ്റ്സ് കമ്മിങ് ഓൺ സഡൻലി പ്രൊവൈഡിങ് ദേ ആർ ഇൻ എ സബ്സ്റ്റാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ആർ റീസണബിളി പ്ലത്തോറിക് ആൻഡ് വാസ്കുലർ. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷനാണ്. ബ്രെയിൻലി പീപ്പിൾ, ബുദ്ധിപരമായിട്ട് മികച്ചു നിൽക്കുന്ന ആളുകൾ ഈ സിംറ്റംസ് വളരെ വേഗം കാണിക്കുന്നുണ്ടോ, സഡൻ ഓൺസെറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഡൾനെസ് ഉണ്ട്, വളരെ സാവകാശം, ഒരു ഇൻ്റലക്ച്വൽ ഡൾനെസ്, മൊത്തത്തിലൊരു വൈറ്റൽ ഫങ്ഷൻസിൻ്റെ ഒരു ഡൾനെസ് ഉണ്ടാവും. ഇൻ്റലക്ച്വൽ പീപ്പിൾ അതില്ല. ആ ഒരു അവസ്ഥയാണ് ബെലഡോണ വളരെ സഡനായിട്ട് വരുന്നത്, പെട്ടെന്ന് വരുന്നു, എക്കണോമിയെ മൊത്തം പിടിച്ചു കുലുക്കുന്നത്. പ്രൊവൈഡിങ് ദേ ആർ എ സ്യൂട്ടബിൾ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. ഒരു സാമാന്യം മെച്ചപ്പെട്ടൊരു അവസ്ഥയിലാണ്. ഒരു പ്ലത്തോറിക്കാണ്, വാസ്കുലറാണ്, വളരെ ഷൈനി സ്കിന്നുള്ളവർ, ട്രാൻസ്പെറൻ്റ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സ്കിന്നുള്ള ആളുകൾ. അകത്ത് ഓടുന്ന ഞരമ്പുകൾ കാണാം, ഞരമ്പുകൾ പുറമേ നിന്ന് കാണാം, അങ്ങനെയുള്ള ആളുകൾ, പ്ലത്തോറിക്കായിട്ടുള്ള ആളുകൾ, ഇൻ്റലക്ച്വലുള്ള ആ ഒരു ഗ്രൂപ്പിനാണ് ഇത് സവിശേഷമായിട്ട് യോജിക്കുന്നത്. പക്ഷേ സ്പെസിഫിക്കലി അങ്ങനെയാണെന്നല്ല, അതിൻ്റെ ഒരു വിഗറസ് നേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കെൻഡത് പറയുന്നത്. അത് ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ബെലഡോണ കം ഓൺ സഡൻലി, റൺ എ റെഗുലർ കോഴ്സ് ആൻഡ് സബ്സിഡൈസ് സഡൻലി. ബെലഡോണ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് വരുന്നു, വളരെ പെട്ടെന്നത് പിൻവാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെഗുലർ കോഴ്സ് ഉണ്ട്, ഒരു ഷോർട്ട് കോഴ്സ് ഉണ്ട്. ദ പെയിൻസ് ആൻഡ് സഫറിങ്സ് കം ഓൺ സഡൻലി ആൻഡ് വിത്ത് ഗ്രേറ്റ് വയലൻസ് ആൻഡ് സബ്സൈഡ് സഡൻലി. വേദനകളും മറ്റെല്ലാ സഹനങ്ങളും, ബെലഡോണയുടെ കണ്ടീഷനോട് ബന്ധപ്പെട്ട എല്ലാ സഹനങ്ങളും വേദനകളും പെട്ടെന്ന് വരുന്നു. അതിൻ്റെ ഷോർട്ട് കോഴ്സ് ഓടുന്നു, അത് പെട്ടെന്ന് തന്നെ പിൻവലിഞ്ഞു പോകുന്നു. കോഴ്സ് അൾട്ടിമേറ്റ് റാപ്പിഡ്ലി, റൺ എ ഷാർട്ട് കോഴ്സ്, എ കോഴ്സ് ഓഫ് ഗ്രേറ്റ് വയലൻസ് ആൻഡ് സബ്സൈഡ് സഡൻലി. ഒരു കോൾഡ് ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു ജലദോഷം അങ്ങനെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ ഒരു ഉച്ചസ്ഥായി അൾട്ടിമേറ്റ് കണ്ടീഷനിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. അതിൻ്റെ ഒരു കോഴ്സ് റൺ ചെയ്യും, പെട്ടെന്ന് തന്നെ അത് പിൻവാങ്ങുകയും ചെയ്യും. ബെൽഡോണ എസ്പെഷ്യലി എഫക്ട്സ് ദ വോൾ വാസ്കുലർ സിസ്റ്റം, ദ ഹാർട്ട്, ലങ്സ്, ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. അപ്പോൾ മൊത്തം രക്തചംക്രമണ വ്യവസ്ഥയും അതിൻ്റെ അടിസ്ഥാനമായ ഹൃദയത്തെയും ശ്വാസകോശങ്ങളെയും തലച്ചോറിനെയും നാഡീവ്യവസ്ഥകളെയും നെർവസ് സിസ്റ്റത്തെയും ഒക്കെ എസ്പെഷ്യലി ബെൽഡോണ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത്തരം അവസ്ഥകൾ വരുന്ന രോഗസ്ഥിതികളെയും ബെൽഡോണ ഭംഗിയായിട്ട് ഹീൽ ചെയ്യും. എമംഗ് ദ ഏർലിയസ്റ്റ് കണ്ടീഷൻസ് ടു എക്സാമിൻ ഈസ് ദ ഹാർട്ട് എമംഗ് ദ ഏർലിയസ്റ്റ് കണ്ടീഷൻസ് ടു എക്സാമിൻ ഈസ് ദ ഹീറ്റ്. ബെൽഡോണയോട് ബന്ധപ്പെട്ട് വരുന്ന ചൂട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഉഷ്ണം, ഭയങ്കരമായ ചൂട്, അതാണ് തുടക്കത്തിലെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് കണ്ടു പറയുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. ഇറ്റ് ഹാസ് ഇൻഫ്ലമേഷൻസ് ഓഫ് ഓൾ ദ ഓർഗൻസ്, എസ്പെഷ്യലി ദ ബ്രെയിൻ, ലങ്സ് ആൻഡ് ലിവർ. എല്ലാ അവയവങ്ങളിലും ഇൻഫ്ലമേഷൻ ഉണ്ട്. പക്ഷേ ബ്രെയിൻ, ലിവർ, ലങ്സ്, തലച്ചോറ്, ശ്വാസകോശങ്ങൾ, കരൾ, ഈ 3 ഭാഗങ്ങളിലാണ് ഈ ബെൽഡോണ ഇൻഫ്ലമേഷൻ ഏറ്റവും മാർക്ക്ഡായിട്ട് കാണുന്നത്. പക്ഷേ എല്ലാ ശാരീരിക അവയവങ്ങളിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാം. ദ ഇൻറ്റൻസിറ്റീസ് ഓൾസോ ഇൻവോൾവ് ആസ് വെൽ ആസ് ദ അതർ ഓർഗൻസ്. കുടലുകളും ഇതേപോലെ തന്നെ ഇൻവോൾവ് ആകാം. ദീസ് ഇൻഫ്ലമേഷൻസ് ആർ ഓൾവേസ് അറ്റൻഡഡ് ബൈ വയലന്റ് ഹീറ്റ്. അപ്പോൾ അതാണ് ഹീറ്റ് ഒരു പ്രധാന ഫാക്ടറാണെന്ന് പറഞ്ഞതാണ്. എല്ലാ ഭാഗങ്ങളിലും ഇൻഫ്ലമേഷൻ ഉണ്ടാകാം. തലച്ചോറിലും ഹൃദയത്തിലും ശ്വാസകോശങ്ങളിലും കരളിലും ഇൻറ്റസ്റ്റൈൻസിലൊക്കെ ഉണ്ടാകാം. പക്ഷെ എവിടെ ഉണ്ടായാലും അതിന് അക്കമ്പനിങ് സിംറ്റമായിട്ട് വല്ലാത്ത ചൂട്, ചുട്ടുപൊള്ളും, തൊട്ടാൽ പൊള്ളുന്ന പനി എന്നൊക്കെ പറയില്ലേ. എവിടെയെങ്കിലും വീക്കം ഉണ്ടെങ്കിൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. ബെൽഡോണ ഒരു ടിപ്പിക്കൽ കണ്ടീഷനാണ്. ദ ഹീറ്റ് ഇസ് സംതിങ് അൺയൂഷ്വൽ ഹീറ്റ്. സാധാരണ ചൂടൊന്നുമില്ല, അൺയൂഷ്വൽ ഹീറ്റ്. നമ്മൾ തൊട്ടാൽ പൊള്ളുന്ന പനി എന്നൊക്കെ പറയുന്നതല്ലേ. ഇസ് മോർ മാർക്ക്ഡ് ഇൻ ബെൽഡോണ ദാൻ ഇൻ ഓൾമോസ്റ്റ് എനി അതർ റെമഡി. അപ്പോൾ മറ്റേത് മെറ്റീരിയ മെഡിക്കയിൽ മറ്റേത് ഔഷധത്തെക്കാളും കൂടുതൽ ഈ ചൂട് കാണിക്കുന്നത് ബെൽഡോണയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബെൽഡോണ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ബെൽഡോണയെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കണം. വെൻ യു പുട്ട് യുവർ ഹാൻഡ് അപ്പോൺ എ ബെൽഡോണ സബ്ജക്റ്റ് യു വിൽ സഡൻലി വിത്ഡ്രോ ഇറ്റ്. ദ ഹീറ്റ് ഈസ് സോ ഇൻറ്റൻസ്. തൊട്ട് കഴിഞ്ഞാൽ കൈ പിന്നാക്കം വലിക്കും. പിന്നാക്കം വലിക്കുന്നത് മാത്രമല്ല, തുടർന്നത് പറയുന്നുണ്ട്, ദ മെമ്മറി ഓഫ് ദ ഹീറ്റ് ഇസ് ക്യാരിഡ് ഇൻ ദ ഹാൻഡ് ആൻഡ് ഫിംഗേഴ്സ് ഫോർ സം ടൈം. നമ്മൾ തൊട്ട കയ്യിലും വിരലുകളിലും ആ ചൂടിൻ്റെ ആ ഒരു ഇംപ്രഷൻ, അതിൻ്റെ ഓർമ്മ തുറന്നുണ്ടാകുന്നു. അപ്പം അത്രയും ഹീറ്റ് കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അത്രക്ക് ഹോട്ടാണ് ബെൽഡോണ ഇൻഫ്ലെയിംഡ് പാർട്സ് എന്നാണ് കെന്റ് പറയുന്നത്. പെയിൻസ്, ഇൻഫ്ലമേഷൻസ് ആൻഡ് സഫറിങ്സ്, നൈറ്റ്ലി അറ്റാക്സ് ഓഫ് ഡെലിറിയം, violent attacks of inflammatory in character are attended with great kind of heat. എല്ലാത്തരം സഫറിങ്, ഇൻഫ്ലമേഷൻ, വേദനകൾ, രാത്രിയിൽ വരുന്ന ഡെലിറിയം, രാത്രിയിൽ വരുന്ന ഈ വിഭ്രാന്തികൾ ബെൽഡോണയുടെ ഒരു ടിപ്പിക്കൽ സംഭവമാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അനുഭവം ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇതിലെല്ലാം ഈ ഇൻഫ്ലമേറ്ററി ക്യാരക്ടറിൽ ഇതിലെല്ലാം ആ ഒരു ചൂട് അതിനോടൊപ്പമുണ്ട്. നോ മാറ്റർ വേർ ദ ഇൻഫ്ലമേഷൻ ഈസ്, ദർ ഈസ് ദ സെയിം ഇൻറ്റൻസ് ഹീറ്റ്. എവിടെയായാലും ശരി ആ ഇൻറ്റൻസ് ഹീറ്റ് അവിടെ ഉണ്ടാവും. ദർ ആർ ടൈംസ് ദോ വെൻ ദ കൈൻഡ് ഓഫ് ഹീറ്റ് ഈസ് പ്രസൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ബെൽ, ആൻഡ് ദാറ്റ് ഈസ് വെൻ ദ ഫീവർ ഈസ് ഓഫ് ദ കണ്ടിന്യൂ ടൈം. അപ്പോൾ ഇനി ഒരു എക്സെപ്ഷൻ പറയുന്ന, അപ്പോൾ മെറ്റീരിയ മെഡിക്കയിലെ മറ്റു ഔഷധത്തിനും ബെൽഡോണയോളം ഹീറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ എക്സെപ്ഷൻ ഇതാണ്, ഇത്രയും ചൂടുണ്ടായിട്ടും ബെൽഡോണ അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്. അതെന്താ? തുടർന്ന് നിൽക്കുന്ന പ്രശ്നങ്ങൾ, തുടർന്ന് നിൽക്കുന്ന പനി, ഷോർട്ടായിട്ട് വന്ന് പെട്ടെന്ന് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി പെട്ടെന്ന് പിന്നാക്കം പോകുന്നതല്ല, തുടർന്ന് നിൽക്കുന്ന പനി. അങ്ങനത്തെ ടൈഫോയിഡ് പോലുള്ള തുടർന്ന് നിൽക്കുന്ന പനികൾ, അങ്ങനത്തെ അവസ്ഥകളിൽ എത്ര ഇൻറ്റൻസ് ഹീറ്റ് ഉണ്ടെങ്കിലും അത് ബെൽഡോണ ഇൻഡിക്കേഷൻ അല്ല. ആ കാര്യത്തിൽ കെൻറ്റ് ചില മാസ്റ്റേഴ്സിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നുമുണ്ട്. കെൻറ്റിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ പൂർണ്ണമായ ആദരവോടുകൂടി തന്നെ നമ്മൾ ഹോമിയോപ്പതിയുടെ ഗ്രേറ്റ് മാസ്റ്റർ സാമുൽ ഹനിമാനെ പോലും ചില സ്ഥലങ്ങളിൽ കെൻറ്റ് തിരുത്തുക എന്നുള്ളതല്ല, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഇവിടെ അതേപോലെ ഇതിന് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ബെൽഡോണ ഒരു എക്സെപ്ഷൻ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കഠിനമായ ഉഷ്ണം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും
അത് ബെൽഡോണ അല്ലാത്ത സാഹചര്യം വരാം. അതെപ്പോഴാണ്? തുടർന്ന് നിൽക്കുന്ന അവസ്ഥകളിൽ, തുടർന്ന് നിൽക്കുന്ന ടൈഫോയിഡ് പോലത്തെ പനികളിൽ. ബെൽ ഹാസ് നോ കണ്ടിന്യൂഡ് ഫീവർ ഇൻ ഇറ്റ്. തുടർച്ചയായ പനി ബെൽഡോണയ്ക്ക് ഇല്ല. ബെൽഡോണ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചു പോരുന്നത് തലവേദന, പനി പോലുള്ള പ്രശ്നങ്ങൾക്കാണ്. അപ്പോൾ അവിടെ കെൻ്റ് പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. തുടർന്ന് നിൽക്കുന്ന പനിക്കും മറ്റുമൊന്നും ബെൽഡോണ ഉപകരിക്കില്ല. വളരെ ദുഃഖകരമെന്ന് പറയാവുന്ന ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഹോമിയോപ്പതി ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്നതിന് മുൻപ്, ഓർഗനോൻ്റെ കൈ കിട്ടുന്നതിന് മുൻപ് എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ഥിരം പനി, തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പനി, രാത്രി കുഴപ്പമില്ല, തലവേദന, ഉച്ചയാകുമ്പോഴേക്കും ഈ മൈഗ്രെയിൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പനി തീർച്ചയായിട്ടുള്ളത് ചെറുപ്പം മുതലേ ഉള്ള. എനിക്ക് ബെൽഡോണ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് കഴിക്കാൻ. ബെൽഡോണ വണ്ണം റിപ്പീറ്റ് ചെയ്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അറിയില്ലായിരുന്നു, ഞാൻ കഴിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണത് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ദുരുപയോഗങ്ങൾ ഒഴിവാക്കണം. ശരിയായ സാഹചര്യത്തിൽ, ശരിയായ കോണ്ടക്സ്റ്റിൽ മാത്രമേ ഹോമിയോപ്പതി ഔഷധങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൃത്യമല്ലെങ്കിൽ, ഇൻഡിക്കേഷൻ കൃത്യമല്ലെങ്കിലും പൊട്ടൻസി കൂട്ടിയോ റിപ്പീറ്റ് ചെയ്തോ ഒരു ഔഷധത്തെ എഫക്റ്റീവ് ആക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. അത് ഉപേക്ഷിക്കണം. കറക്റ്റ് ഇൻഡിക്കേഷനാണ് ഹീലിങ്ങിനുള്ള ഒരേ ഒരു മാർഗം. ബെൽഡോണ പോലുള്ള കാര്യങ്ങളിൽ അതിൻ്റെ കറക്റ്റ് നേച്ചർ നമുക്കിപ്പോൾ മനസ്സിലായി. അതല്ലാത്തൊരവസ്ഥയിൽ, തുടർന്നു പോകുന്നൊരവസ്ഥയിൽ അത് ആവർത്തിച്ച് കൊടുത്ത് രോഗിയെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു പർട്ടിക്കുലർ സിംറ്റം സബ്സൈഡ് ചെയ്യും, സപ്രഷൻ. പനിക്ക് കൊടുത്ത് പാരാസെറ്റമോൾ കൊടുത്ത് സബ്സൈഡ് ചെയ്യുന്ന പോലെ അനാവശ്യമായിട്ടൊരു പാർഷ്യലി സിമിലറായിട്ടുള്ള ഒരു ഔഷധം റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ സപ്രഷൻ ഉണ്ടാവും. കെൻ്റ് തന്നെ പറയുന്നുണ്ട്, ഹോമിയോപ്പതിക് സപ്രഷൻ ആർ ദ വേഴ്സ്റ്റ് സപ്രഷൻസ്. അലോപ്പതി മരുന്നുകൾ കൊണ്ടുള്ള സപ്രഷനേക്കാളും മോശം സപ്രഷൻ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് ദയവായി നമ്മൾ മാറി നിൽക്കണം. അതിനാണ് ഇത്തരം അറിവുകൾ നമ്മൾ പങ്കുവെക്കുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദ ഓൾഡർ ബുക്സ് ടെൽ യു about Belladonna for this violent heat in tip, typhoid and some other continued fevers. But if you examine Bell from beginning to end, you will find nothing continued in its fever. ചില പുസ്തകങ്ങളിൽ ഈ കണ്ടിന്യൂഡ് ഫീവേഴ്സിന് ബെൽഡോണയെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റ് ബെൽഡോണയെക്കുറിച്ചുള്ള ആ ഒരു പ്രൂവിങ്സ് ആദ്യാവസാനം സൂക്ഷ്മ സമഗ്രതയിൽ പരിശോധിച്ചു, ഒരു പർട്ടിക്കുലർ സ്റ്റേജിലൊന്നുമല്ല, ആദ്യാവസാനം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഡ് ഫീവർ എന്ന് പറയുന്ന സാധനം ബെൽഡോണ ഇല്ല എന്ന് എൻ്റെ തറപ്പിച്ച് പറയും. ഇറ്റ്സ് ഫീവർ ഈസ് റെമിറ്റൻറ്റ്. ഇറ്റ് നെവർ കംസ് ഓൺ ഇൻ ഇറ്റ്സ് കംപ്ലൈൻറ്റ്സ് ഗ്രാജുവലി ലൈക്ക് ടൈഫോയിഡ്. ടൈഫോയിഡിനെ പോലെ സാവകാശം വരുന്നൊരു പനി ബെൽഡോണ ഇല്ല. ഇറ്റ് ഹാസ് നോട്ട് ദ ഗ്രാജുവൽ റൈസ് ആൻഡ് ദ ഗ്രാജുവൽ ഫോൾ ലൈക്ക് എ കണ്ടിന്യൂഡ് ഫീവർ. I only mention that so that you will not be lost. നിങ്ങൾ ചികിത്സയിൽ നിങ്ങൾക്ക് തെറ്റുപറ്റാതിരിക്കാൻ, ചികിത്സാ പരാജയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്താനല്ല എന്ന് കെൻ്റ് പറയുന്നുണ്ട്. മാസ്റ്റേഴ്സിനോട് പൂർണ്ണ ആദരവോടുകൂടി അദ്ദേഹം പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, നിങ്ങൾക്ക് ഇത് വായിക്കുന്ന സ്റ്റുഡൻസിന്, അദ്ദേഹം PG സ്റ്റുഡൻസിന് കൊടുക്കുന്ന ലെക്ചേഴ്സാണത്. ആ ലെക്ചർ കേൾക്കുന്നവരിൽ ഭാവിയിൽ തെറ്റുപറ്റരുതെന്നുള്ള ഉദ്ദേശത്തോടെയാണ് പറയുന്നത്. ഒരു കണ്ടിന്യൂഡ് ടൈപ്പ്, ഗ്രാജുവൽ കമ്മിങ്, ഗ്രാജുവൽ സബ്സൈഡിങ്, അത് ബെൽഡോണ ഇല്ല. അവർ ലാമെന്റഡ് ഹിയറിംഗ് വൺ ഓഫ് ദ ഏബിളസ്റ്റ് ടീച്ചേഴ്സ് ദ വേൾഡ് എവർ ഹാഡ് ക്ലാസസ് ബെൽ ഫോർ ടൈഫോയിഡ് ഫീവർ വെൻ ദ ഡെലിറിയം ആൻഡ് ദ ഹീറ്റ് ആർ സംവാട്ട് ലൈക്ക് ബെൽ. ഇവിടെയാണ് ആ ഒരു ഇമ്പ്രൂവ് ചെയ്യുന്നത് വരുന്നത്. ഹെറിങ് എത്രത്തോളം മഹാനാണെന്ന് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട. ഹെറിങ് ഈ ഡെലിറിയവും ചൂടും എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഈ കണ്ടിന്യൂഡ് ഫീവേഴ്സിന്, ടൈഫോയിഡ് ഫീവേഴ്സിന് ബെൽഡോണയെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല എന്ന് പറയാം. അപ്പോൾ ഇത് വായിച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ, വായിച്ചേണ്ട 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ, 1-2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രേരണയിൽ തന്നെ 2-3 വിദ്യാർത്ഥികൾ അന്നത്തെ DHMS ചേരുകയുണ്ടായി. അവരെയൊക്കെ ഞാൻ പ്രേരിപ്പിച്ച് തന്നെ ഈ പുസ്തകം വായിക്കാനായി പ്രേരിപ്പിച്ചു.
അപ്പോൾ ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടി ചില ചർച്ചകൾ നടത്തുമായിരുന്നു. അങ്ങനത്തെ ഒരു ചർച്ചയിൽ ഈ പുസ്തകം നന്നായിട്ട് വായിച്ചിരുന്ന ഒരു കുട്ടി, അവൾ അന്ന് ഞാൻ ട്യൂഷൻ എടുത്തുള്ള ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ട്യൂഷൻ എടുത്തുള്ള കുട്ടിയാണ്, എന്നോട് പറഞ്ഞു ഒരു വാക്കിൽ വന്ന സംശയമാണ് ഈ ലമൻഡഡ് ഹെറിങ് എന്ന് കണ്ട് പറയുന്നത്. ഈ ലമൻഡഡ് എന്നുള്ള വാക്കിനെ അത് തെറ്റിദ്ധരിച്ചിട്ടാണ്. ചിലപ്പോൾ ഇപ്പോൾ വായിക്കുന്നവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. ഒരു മോശം അർത്ഥത്തിലല്ല. ഒരു മരിച്ചുപോയൊരു വ്യക്തിയെക്കുറിച്ച് ആദരവോട് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ലമൻഡഡ്. അപ്പോൾ എന്താ പറയുക, ഭാഗ്യസ്മരണീയനായ അല്ലെങ്കിൽ യശശരീരനായ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ വാക്കേ ഉള്ളൂ ലമൻഡഡ്. പക്ഷെ ആ കുട്ടി അതൊരു ഡിക്ഷണറി നോക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു നെഗറ്റീവ് മീനിങ് അതിനുണ്ടെന്നൊരു തെറ്റിദ്ധാരണ പറഞ്ഞു. എൻ്റെ ഒരിക്കലും നെഗറ്റീവ് മീനിങ്ങോടുകൂടിയല്ല ലാമൻഡഡ് ഹെറിങ് എന്ന് പറയുന്നത്. വളരെ പുണ്യശ്ലോകൻ അല്ലെങ്കിൽ ഭാഗ്യസ്മരണീയൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പം അങ്ങനെ ഒരു വൺ ഓഫ് ദി ഗ്രേറ്റ് മാസ്റ്റേഴ്സ് അതും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഹെറിങ്ങിന് ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയൊരു പിശക് സംഭവിച്ചിട്ടുണ്ട്. ഡെലിറിയം ഉണ്ട്, ഹീറ്റുണ്ട്. അതുകൊണ്ട് ടൈഫോയിഡിൽ ബെൽഡോണ ഉപയോഗിക്കാം എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്ന് ബെൽഡോണയെക്കുറിച്ചുള്ള പ്രൂവിങ്സും എൻ്റെ എക്സ്പീരിയൻസും പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് എന്നോട് പറയുന്നത്. ബട്ട് ലെറ്റ് മി ടെൽ യു ജസ്റ്റ് വാട്ട് വിൽ ടേക്ക് പ്ലേസ്. പക്ഷേ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം എന്നാണ് എൻ്റെ പറയുന്നത്. വെൻ യു ഗിവ് ബെൽ ഫോർ ദ ഡെലിറിയം ഇൻ ടൈഫോയിഡ് ഫീവർ ഫോർ സച്ച് എ ഡെലിറിയം ആസ് ലുക്സ് ലൈക്ക് ബെൽ, അതായത് ബെൽഡോണയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഡെലിറിയം കണ്ടീഷനിൽ, വിഭ്രാന്തിയുടെ ടൈഫോയിഡിൽ ഒരുപാട് മനോവിഭ്രാന്തികൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ആ വിഭ്രാന്തിയുടെ കണ്ടീഷനിൽ, ടൈഫോയിഡ് കണ്ടീഷനിൽ നിങ്ങൾ ഡെലിറിയത്തിന് ബെൽഡോണ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? യു മേ സബ്ഡ്യൂ ദ ഡെലിറിയം. ആ ഡെലിറിയം എന്നുള്ള അവസ്ഥ അത് കുറയാം. യു മേ എന്ന് പറയുന്നത് കുറയാം, നിങ്ങൾക്കത് കുറയ്ക്കാൻ സാധിച്ചേക്കാം. പക്ഷേ എന്താ? ബട്ട് യു വിൽ സബ്ഡ്യൂ ദ പേഷ്യൻറ്റ്. അതുവഴി സംഭവിക്കുന്നത് ആ രോഗിയുടെ വൈറ്റൽ കണ്ടീഷനെ തന്നെ താഴ്ത്തുകയാവും നിങ്ങൾ ചെയ്യുന്നത്. കാരണം അവിടെ സംഭവിക്കുന്നത് ഹീലിംഗ് അല്ല, സപ്രഷനാണ്. പാർഷ്യലി മാത്രം യോജിക്കുന്നൊരു ഔഷധം കൊടുക്കുന്നത് വഴി പാർഷ്യൽ ഹീലിംഗ് അല്ല സംഭവിക്കുന്നത്, അവിടെ സപ്രഷനാണ് സംഭവിക്കുന്നത്. ആ സപ്രഷൻ കൊണ്ട് ഡെലിറിയം അല്ലെങ്കിൽ ഫീവർ എന്തായാലും ശരി, ഏത് അവസ്ഥയിലായാലും ശരി, സബ്ഡ്യൂ ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ കണ്ടീഷൻ തന്നെയാണ് സബ്ഡ്യൂ ചെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് കെൻഡ് ഇതിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ എത്ര ശ്രദ്ധയോടുകൂടി ഹോമിയോപ്പതിക് ഔഷധങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ദ പേഷ്യൻറ്റ് വിൽ ബി സിക്ക് ലോങ്ങർ. പേഷ്യൻ്റ് കുറച്ചുകൂടി കൂടുതൽ കാലം രോഗാവസ്ഥയിലിരിക്കും. വിൽ ഗോ ഇൻ ടു എ ഗ്രേറ്റർ സ്റ്റേറ്റ് ഓഫ് പ്രൊസ്ട്രേഷൻ ദാൻ ഇഫ് യു ഹാഡ് ലെറ്റ് ദാറ്റ് ഡെലിറിയം അലോൺ. അപ്പോൾ ആ ഡെലിറിയത്തിന് അതിൻ്റെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ഷീണാവസ്ഥ, പ്രൊസ്ട്രേറ്റഡ് കണ്ടീഷൻ ഇതേപോലെ സപ്രഷനിലൂടെ യോജിക്കാത്ത തരത്തിൽ ബെൽഡോണ കൊടുത്ത് ഡെലിറിയം മാറ്റിയാൽ ഉണ്ടാകും. അപ്പോൾ രോഗിയുടെ വൈറ്റാലിറ്റി സപ്രസ്ഡ് ആകും അല്ലെങ്കിൽ സബ്ഡ്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. ബട്ട് സ്ട്രമോണിയം ഫിറ്റ്സ് പെർഫെക്റ്റ്ലി ഹെറിങ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ കേസ് ഇൻ വിച്ച് ഹി സേസ് ബെൽ ഷുഡ് ബി ഗിവൺ. അപ്പോൾ അവിടെയാണ് ആ ഒരു തിരുത്തൽ പൂർണ്ണമാകുന്നത്. ബെല്ല് കൊടുക്കണം, ഡെലിറിയത്തിന് ബെല്ല് കൊടുക്കണമെന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ വളരെ കൃത്യമായിട്ട് യോജിക്കുന്ന മറ്റൊരൗഷധമുണ്ട്. അത് സ്ട്രമോണിയമാണ്. ആ സ്ട്രമോണിയമാണ് അവിടെ കൊടുക്കേണ്ടിയിരുന്നത്. ആ സ്ട്രമോണിയം കൊടുത്തിരുന്നെങ്കിൽ ഹീലിംഗ് കിട്ടിയേനെ. സ്ട്രമോണിയത്തിനും ബെല്ലിനെ പോലെ ഒരു ഷോർട്ടർ ആക്ഷൻ അല്ല ഉള്ളത്. ഡെലിറിയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ബെൽഡോണയോളം തീവ്രമല്ല സ്ട്രമോണിയം തോന്നുന്നു. പക്ഷേ ടൈഫോയിഡ് ഫീവർ പോലെ തുടർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ബെൽഡോണ പോലൊരു ഷോർട്ടർ മെഡിസിൻ കൊടുത്ത് അതിനെ സബ്ഡ്യൂ ചെയ്യുന്നതിന് പകരം സ്ട്രമോണിയം ആയിരുന്നെങ്കിൽ ഹെറിങ് വിവരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പെർഫെക്റ്റ്ലി അതവിടെ യോജിച്ചേനെ എന്നാണ് കെൻഡ് പറയുന്നത്. ദ ഐഡിയ ഓഫ് ദാറ്റ് ഹീറ്റ് മസ്റ്റ് ബി വെൽ ഫിക്സ്ഡ് ഇൻ മൈൻഡ്. ആ ഒരു ഹീറ്റിനെ കുറിച്ചുള്ള ആ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കണം. ഹീറ്റ്, ഇൻറ്റൻസ് ഹീറ്റ്, വയലൻ്റ് ഹീറ്റ്. വെറുതെ ചൂടുള്ള വളരെ ശക്തമായ ചൂട്, ഇൻറ്റൻസ് ഹീറ്റ്, വയലൻ്റ് ആയിട്ടുള്ള ഹീറ്റ്, വല്ലാതെ ഭ്രാന്തമായിട്ടുള്ള ഒരവസ്ഥ. ദർ ഇസ് അനദർ ഫേസ് ഓഫ് ബെൽ ദാറ്റ് റൺസ് ഓൾ ത്രൂ ദ
all through these inflammatory complaints and its fevers. ബെല്ലഡോണയുടെ മറ്റൊരു സ്ഥിതിയുണ്ട് ഈ ഫീവേഴ്സിലും ഇൻഫ്ലമേഷനിലും ഒക്കെ തുറന്ന് കാണുന്നത്. The inflamed parts and very commonly the skin are very red, and as the inflammation advances, grow dusky. As the fever advances, the face become mottled, but the first representation of belly is bright red, and the skin is shiny. ബെല്ലഡോണയെ തിരിച്ചറിയാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തൊരു കാര്യം നേരത്തെ പറഞ്ഞു, ഇൻറ്റൻസിറ്റിയും ഹീറ്റും മറ്റുമൊക്കെ, ഷോർട്ട് ഡ്യൂറേഷൻ. മറ്റൊന്ന് ഈ റെഡിഷ്നെസ്, വല്ലാതെ ചുവന്ന അവസ്ഥ, ബ്രൈറ്റ് റെഡ് ആൻഡ് ഷൈനി സ്കിൻ. പക്ഷേ ഇത് തുടർന്ന് നിൽക്കുന്നൊരവസ്ഥയല്ല. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ കൂടെ ഉണ്ട്. ബെല്ലഡോണയുടെ റെഡിഷ്നെസ് എപ്പോഴും തുടർന്ന് നിൽക്കുന്നതാണെന്നില്ല. പക്ഷേ അത് ഈ കൃത പറയുന്നുണ്ട് എങ്ങനെയാ, ഫേസ് ബിക്കം മോട്ടിൽഡ്, നീലിച്ച അവസ്ഥ വരും. അതിനു മുമ്പ് ഡസ്കി, ഇരുണ്ട് വരും. പനി മുന്നോട്ട് പോകുമ്പോൾ, ഫീവർ അഡ്വാൻസ് ചെയ്യുമ്പോൾ ഫേസ് മോട്ടിൽഡാവും, നീലിച്ച അവസ്ഥ വരും. ചുവന്ന കുത്തുകൾ, പൊട്ടുകൾ പോലെ വരാം, ഇരുണ്ട് വരണം, നീലിച്ച് വരും. അപ്പോൾ ഒരു ഇനീഷ്യൽ കണ്ടീഷനിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ബ്രൈറ്റ് റെഡാണ്, ഷൈനി സ്കിന്നാണ്, അതാണ് ആദ്യഘട്ടം. പിന്നീട് അത് ഇരുണ്ട് വരുന്നു, നീലിച്ച് വരുന്നു. അപ്പോൾ ബെല്ലഡോണയുടെ ഒരു റെഡിഷ്നെസ് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും അത് അവസാനം വരെ തുടർന്ന് നിൽക്കുന്നതല്ല. ദ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻസ് ആൻഡ് സ്കിൻ ഓർ ദ ഗ്ലാൻസ് വിൽ ബി ബ്രൈറ്റ് റെഡ് ഇൻ സ്പോട്സ്. അപ്പോൾ ഗ്രന്ഥികൾക്ക് മേലെ വരുന്ന തൊലി, ഇവിടെയൊക്കെ വരുന്ന ഇൻഫ്ലമേഷൻ വളരെ ബ്രൈറ്റ് റെഡ് സ്പോട്സിലായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് മൊത്തം റെഡ്നെസ് അല്ല, സ്പോട്ടഡ് ആയിട്ട്. ഒരു ഗ്ലാൻഡിൻ്റെ മേലിൽ, ഇപ്പോൾ തൊണ്ടയിലെ ഗ്ലാൻസ്, അതിൻ്റെ മേലിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള തൊലിയിൽ സ്പോട്ടഡ് റെഡിഷ് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാകുന്നു, ബ്രൈറ്റ് റെഡ് അപ്പിയറൻസ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ പാരോട്ടിഡ് ഗ്ലാൻസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ സബ്മാക്സിലറി ഗ്ലാൻസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലാൻസ് ഓഫ് ദ നെക്ക്, ദർ വിൽ ബി എ സ്പോട്ട് ആസ് റെഡ് ആസ് ഫയർ ഓർ ഈച്ച്. അപ്പോൾ ഇതിലെല്ലാം തീക്കനൽ പോലെ നല്ല ചുവന്ന റെഡിഷ് സ്പോട്ട് ഉണ്ടാവും. ഈ തീക്കനൽ പോലെ സ്പോട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു വെസ്റ്റേൺ ആ ഒരു രീതിയിലാണ് നമ്മളൊരു വളരെ ഫെയർ സ്കിന്നിലുള്ള കാര്യം പറയുന്നത്. നമ്മളുടെ ഏഷ്യാറ്റിക് പീപ്പിളിലുള്ള ബ്രൗണിഷ് സ്കിന്നുള്ള ആളുകളിൽ, ഡാർക്ക് സ്കിന്നുള്ള ആളുകളിൽ ഇതേപോലുള്ളൊരു തീ പോലുള്ളൊരു ചുവന്ന സ്പോട്ട് കാണില്ല. ഒരു നല്ല റെഡിഷ്നെസ് എന്ന് മാത്രം നമ്മൾ ധരിച്ചാൽ മതി. പക്ഷെ വളരെ ഫെയർ കോംപ്ലക്ഷനുള്ള ആളുകളിൽ തീ പോലുള്ള ചുവപ്പ് നിറം കാണുകയും ചെയ്യാം. ദ ത്രോട്ട് ഈസ് ആസ് റെഡ് ആസ് സ്കാർലറ്റ്. സ്കാർലറ്റ് പോലെ, ചുവന്ന പട്ട് പോലെ ചുവന്നിരിക്കും തൊണ്ട. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഈസ് ഇൻഫ്ലെയിംഡ് ആൻഡ് റെഡ് ആസ് സ്കാർലറ്റ്. മ്യൂക്കസ് മെംബ്രെയിനും ഇൻഫ്ലെയിംഡ് ആകുമ്പോഴേക്കും ആ സ്കാർലറ്റ് റെഡ് കളർ ഉണ്ടാവും. ആഫ്റ്റർ ലിറ്റിൽ ഇറ്റ് ഗ്രോസ് ഡസ്കി, ഫൈനലി മോട്ടിൽഡ്, ഷോവിങ് ദ ക്യാരക്ടർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ബെൽ. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഇരുളാൻ തുടങ്ങും, അവസാനം നീലിക്കും. അതാണ് ഈ ബെല്ലഡോണയുടെ ഒരു സ്വഭാവവും അതിൽ പോകുന്ന ദിശയും. ക്യാരക്ടർ ആൻഡ് ഡയറക്ഷൻ. ബെല്ലഡോണയുടെ ക്യാരക്ടർ ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ബ്രൈറ്റ് സ്കാർലറ്റ് റെഡിൽ തുടങ്ങി അത് ഇരുണ്ട് അവസാനം നീലിച്ച് വരുന്നൊരവസ്ഥ. അതാണ് ബെല്ലഡോണ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. It travels gradually towards a zymotic stage, such as we see in scarlet fever, in low inflammatory conditions. At first, intense congestion, but vasomotor paralysis follows. സൈമോട്ടിക് സ്റ്റേറ്റ്, ഈ വിഷബാധ എന്നൊക്കെ പറയുന്ന അവസ്ഥ, അതിൽ സ്കാർലറ്റ് ഫീവറുള്ള അവസ്ഥയിൽ ലോ ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ ആദ്യം ഇൻറ്റൻസ് കഞ്ചഷൻ, പിന്നെ അത് പതുക്കെ പോയിട്ട് വാസ്കോമോട്ടർ പാരാലിസിസിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ബെല്ലഡോണയുടെ ഒരു പ്രോഗ്രഷൻ. ഇൻറ്റൻസ് കഞ്ചഷൻ ആൻഡ് ബ്ലൂനെസ് ഓർ പർപ്പിൾ ആൻഡ് മോട്ടിൽഡ്. അപ്പോൾ ഇൻറ്റൻസ് കഞ്ചഷൻ വരാം, ബ്ലൂനെസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പർപ്പിൾ ആൻഡ് മോട്ടിൽഡ്. ഈ ഒരു അവസ്ഥകളിൽ ഇരുണ്ട പർപ്പിൾ കളറ് ഫൈനലി ഇരുണ്ട് ബ്ലൂഷ് ആകുന്നു. ഇതാണൊരു ബെല്ലഡോണ സ്റ്റേറ്റിൻ്റെ അപ്പിയറൻസിൻ്റെ ഒരു പ്രോഗ്രഷൻ, അതാണ് അതിൻ്റെ ഡയറക്ഷൻ. അതാണ് അപ്പോൾ ബെല്ലഡോണയെക്കുറിച്ചൊരു സാമാന്യ ധാരണ. അപ്പോൾ പല തെറ്റിദ്ധാരണകളും ഇതുകൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ
വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കണം. ബെല്ലഡോണ തെറ്റായിട്ട് ഉപയോഗിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ കറക്റ്റ് നേച്ചർ, കറക്റ്റ് ഡയറക്ഷൻ, കറക്റ്റ് ക്യാരക്ടർ മനസ്സിലാക്കിയിരുന്നതിന് വളരെ സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബെല്ലഡോണയെക്കുറിച്ച് ധാരാളം വിപുലപ്പെട്ട വിവരങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. നമുക്ക് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.